ഹലോ, ഇന്ന് നമ്മൾ വീട്ടിൽ കുറച്ച് കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാൻ പോവുകയാണ്. അത് വെച്ചിട്ട് നല്ലൊരു കോവയ്ക്ക ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് പറിച്ചിട്ട് വരാം. ഞാനിപ്പോൾ കോവയ്ക്കയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രമേ പറിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ പറിക്കാമല്ലോ. അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു 14-15 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. കട്ടി എത്രത്തോളം കുറച്ച് അരിയാവോ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂണോളം അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 3-4 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവയ്ക്കയിൽ മസാലയൊന്നും കോട്ട് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളം അധികമായി പോകരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കോവയ്ക്കയിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതിനി വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കോവയ്ക്ക ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ അരിപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. കോവയ്ക്ക് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ് അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ആയിന്ന് കാണുമ്പോൾ മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി എരിവ് അധികം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളകും കൂടി ഈ കറിവേപ്പില ഇടുന്ന കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് തവി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടും കൂടി കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഏകദേശം ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോഴേക്കും കോരിയെടുക്കുക. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഈ ഒരു പാകത്തിന് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കോവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും എരിവ് കുറച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരും കഴിച്ചോളും. നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഒത്തിരി പാടൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി സമയവും എടുക്കുകയില്ല. അപ്പോൾ ഇതുവരെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.